കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ എന്താടി ഇവിടെ വന്നിരിക്കുന്നത്? ബിരിയാണിയുടെ ബാക്കി കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കും അല്ലേ? ഒരു വറ്റ് പോലും ബാക്കിയില്ല, മൊത്തം ഞാനങ്ങ് കഴിച്ചു. അതെങ്ങനെ അത്ര പെട്ടെന്നോ? നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് വേഗം കഴിച്ചു. ശരി, എന്നാ പോയി കിടന്നു. ആ മാറ്, എനിക്ക് കയറി പോണം. വെറുതെ അവളോട് മത്സരിക്കാൻ നിന്നു, എന്നിട്ട് കിട്ടിയതോ വടിച്ച ബിരിയാണി. മിണ്ടാതെ അവൾ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതിയായിരുന്നു. അവൾ ഉറങ്ങല്ലേ, അതുകൊണ്ടൊന്നും അറിയാൻ പോകുന്നില്ല. പതുക്കെ പോയി അടുക്കളയിൽ എടുത്തു വെച്ചിരിക്കുന്ന കഴിച്ചാ പോരെ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ ഈ കള്ളനോട്ടം എനിക്കിഷ്ടമല്ലടാ. കോഴി കൂവുന്നു, വയറ്റിൽ കോഴി കൂവുന്നു, ബിരിയാണി കോഴി വയറ്റിൽ കിടന്ന് കൂവുന്നല്ലോടാ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ ഈ കള്ളനോട്ടം എനിക്കൊട്ടും ഇഷ്ടമല്ലടാ. കോഴി കൂവുന്നു, വയറ്റിൽ കോഴി കൂവുന്നു, ബിരിയാണി കോഴി അകത്ത് കിടന്ന് കൂവുന്നല്ലോടാ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ ഈ കള്ളനോട്ടം എനിക്കൊട്ടും ഇഷ്ടമല്ലടാ. കോഴി കൂവുന്നു, വയറ്റിൽ കോഴി കൂവുന്നു, ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ ഈ കള്ളനോട്ടം എനിക്കൊട്ടും ഇഷ്ടമല്ലടാ. കോഴി കൂവുന്നു, വയറ്റിൽ കോഴി കൂവുന്നു. എന്താടി മനുഷ്യൻ ഉറങ്ങുന്ന നേരത്താണ് പാട്ട് പാടുന്നത്? അവിടെ ഒരു കോഴി കിടന്നുറങ്ങ്. എനിക്ക് ഉറക്കം വരുന്നില്ലെന്നേ, ഞാൻ എന്ത് ചെയ്യാനാ? ഉറക്കം വരുന്നില്ല, ഈ കണ്ണടച്ച് കിടന്നൂടെ? ദേവേട്ടൻ എന്താ ഉറങ്ങാതിരിക്കുന്നേ? ദേവേട്ടന് വിശക്കുന്നുണ്ടോ? എനിക്കങ്ങനെ വിശക്കേണ്ട കാര്യം എന്താ? ഒരു ഫുൾ ബിരിയാണി അല്ലേ കഴിച്ചത്. അയ്യോ, വയറ് ഫുള്ളാ. ഇതങ്ങനെ പെട്ടെന്ന് ദഹിക്കും തോന്നില്ല. നീ കിടന്നുറങ്ങാൻ നോക്ക്. ഉറങ്ങടി. എന്റെ ദൈവമേ, ബസ്ന്നുണ്ട് പോയല്ലോ. ഏത് നേരത്തെ ഈ പൊട്ട ബുദ്ധി തോന്നിയത്? വിശക്കുന്നേ, ഞാനിപ്പോ വിശന്ന് ചാവും മിക്കവാറും. അയ്യോ, അവളിനി ഉറങ്ങിക്കാണോ?
ഉറങ്ങി. ഇത് തന്നെ നല്ല സമയം. ഇനി സ്വസ്ഥമായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇനി എന്തെങ്കിലും കഴിക്കാം. ആഹാ. അയ്യോ, ഇതെന്ത് പറ്റി? ഈ പാത്രങ്ങളിലൊന്നും ഇല്ലല്ലോ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പം അവിടെ മൊത്തം കണ്ടു കളഞ്ഞോ? ദേവേട്ടൻ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? കളഞ്ഞേക്കാം. മൊത്തം കൊണ്ട് വേസ്റ്റ് ഇട്ടോ. എന്തിന്റെ സുഖേടായിരുന്നു അവക്ക്? നേരം വെളുത്തിട്ട് കളഞ്ഞാ പോരെ? ഗമ കാണിക്കാതെ അപ്പൊ തന്നെ അങ്ങ് കഴിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിശന്നിട്ടാണെങ്കിൽ ഇന്നിനി പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ ഈശ്വരാ. എന്റെ അമ്മേ. തക്കാളി കറി, ക്യാബേജ് ഫ്രൈ, ക്യാപ്സിക്കം മസാല, മിക്സ്ഡ് വെജിറ്റബിൾ കറി, സാമ്പാർ. ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തി? ഇനി ഞാൻ പോകുമ്പോ തന്നെ ഇവിടെ ഉണ്ടായിരുന്നോ? എപ്പ വെച്ചതെങ്കിലും ആവട്ടെ, ആദ്യം വിശപ്പ് തീർക്കാം. ഇനി സമയം കളഞ്ഞ ശരിയാവില്ല. ഇനി ഭക്ഷണമൊക്കെ എന്തെന്ന് രാവിലെ ചോദിച്ച കാലത്തെ കാര്യം കാലത്തല്ലേ. ബെഡ്റൂമിൽ വെച്ചെടുത്ത് പുറത്ത് കളഞ്ഞു എന്ന് പറയാം. അതവിടെ നിന്ന് പൂച്ച തിന്നു വിചാരിച്ചോളൂ. എന്തായാലും കഴിച്ചേക്കാം. എന്താ ഇങ്ങനെ നോക്കുന്നു? നീ പറഞ്ഞ അത്ര കേമൊന്നും അല്ല കറികൾ. കുഴപ്പമില്ലാന്നേ ഉള്ളൂ. വിശപ്പുണ്ടായിരുന്നോണ്ട് കഴിച്ചു. സാരല്ല. പക്ഷെ ഭാര്യയ്ക്കൊരു വറ്റു പോലും വെക്കാതെ മുഴുവൻ കഴിച്ചാലേ ഇതേ ഭാര്യയെ തന്നെയായിരിക്കും അടുത്ത ജന്മത്തിലും കിട്ടുകയത്ര. എന്തോന്ന്? അതെന്തിനാ ഈ ഭാര്യ തന്നെ കിട്ടുന്നേ? അതൊക്കെ വെറുതെ പറയുന്ന. എനിക്ക് വേണ്ടെങ്കിലോ എന്ന് പറഞ്ഞ എങ്ങനെയാ? എനിക്കറിയാലോ. നിനക്ക് എന്ത് കുന്തം അറിയാന്ന? അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലെന്ന് വെച്ചാ അല്ല. ഷെടാ, അത് എന്തെങ്കിലും ആവട്ടെ. എനിക്കിപ്പോ ദേവേട്ടനോട് തർക്കിക്കാനൊന്നും വയ്യ. എന്തുകൊണ്ട് വയ്യ? വയറ് നിറച്ച് കഴിച്ചിട്ടില്ലേ കിടന്നേ? കഴിച്ചില്ല. ദേവേട്ടൻ കഴിക്കാതെ ഞാൻ എപ്പോഴേലും കഴിച്ചിട്ടുണ്ടോ? കഴിക്കുമ്പോ വിളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ശകലം പോലും ബാക്കി വെക്കാതെ മൊത്തം എടുത്ത് നക്കി നക്കി മുഴുവനും കഴിച്ചില്ലേ? എവിടേക്കാ പോണേ ദേവേട്ടാ?
നിക്ക് നിക്ക് കുടിക്ക്. ഇപ്പൊ വിശപ്പ് മാറിയില്ലേ? മാറി ദേവേട്ടാ. എന്നാലും ദേവേട്ടൻ എന്നോട് സ്നേഹം ഇല്ലാന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ദേവേട്ടനെ ഞാനാ തെറ്റിദ്ധരിച്ചത്. എന്നോട് ക്ഷമിക്കണേ. എന്റെ അമ്മേ, ഡ്രാമ ക്വീൻ, എനിക്ക് സ്നേഹവും കുന്തൊന്നുമില്ല. കുറച്ചു മുമ്പ് എന്താ നീ പറഞ്ഞ? ഭാര്യയ്ക്ക് അല്പം പോലും ബാക്കി വെക്കാതെ മുഴുവനായിട്ട് അങ്ങ് കഴിച്ച അടുത്ത ജന്മത്തിലും ഈ നിന്നെ തന്നെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടുന്നല്ലേ? അങ്ങനെ വരാതിരിക്കാനാ ഓംപ്ലേറ്റ് ഉണ്ടാക്കി തന്നെ. ഇപ്പൊ നിന്റെ വയറ് നിറഞ്ഞ സ്ഥിതിക്ക് ഈ ഭാര്യയെ തന്നെ അടുത്ത ജന്മത്തിലും ദൈവം എനിക്ക് തരാതിരിക്കുമല്ലോ. എന്റെ ഭഗവാനേ. ഭഗവാനൊക്കെ പിന്നീട് വിളിച്ചാൽ മതി. ഇപ്പൊ വയറ് നിറഞ്ഞില്ലേ, ശക്തിയൊക്കെ തിരിച്ചു കിട്ടുകയും ചെയ്തില്ലേ. ഇനി എന്നോട് തർക്കിച്ചു തുടങ്ങിക്കോ. എന്ത് തർക്കിക്കണമെന്ന്? ഒരുപാട് കാര്യങ്ങളില്ലേ. മതി മതി മതി, നീ കിടന്നുറങ്ങാൻ നോക്ക്. കിടന്നുറങ്ങാൻ. അതെ, കണ്ണടച്ചെടുക്ക്. കണ്ണടക്കാൻ ഒരു കേമി വന്നിരിക്കുന്നു. എന്നോട് മത്സരിക്കേ. വഴക്ക് പറഞ്ഞൊന്നും സാരില്ല. ഓംലെറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. കൗസല്യാമ്മേ, വർമ്മ സാറേ. കൗസല്യാമ്മേ. എന്താ ശങ്കര ഇങ്ങോട്ടൊക്കെ? കൗസല്യാമ്മേ, ഒന്നുമില്ല. എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല. വലിയ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുക. ഇത്തിരി കാശുണ്ടായിരുന്നെങ്കിൽ. അതെയോ? എന്താ ഭാര്യയ്ക്ക് അസുഖം? എപ്പോഴും ഉള്ളതൊക്കെ തന്നെ. നടുവേദന, കുനിഞ്ഞാ എണ്ണിക്കാൻ വയ്യ, എണീറ്റാൽ ഇരിക്കാൻ വയ്യ. ഇനി കാണിക്കാനോ ഒരിടവും ബാക്കിയില്ല. ഉണ്ടാക്കുന്ന മുഴുവൻ മരുന്ന് മേടിക്കാനും തികയുന്നില്ല. ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ തികയാത്തതാണോ അതോ നിനക്ക് കള്ള് മേടിക്കാൻ തികയാത്തതോ? കള്ളോ? ആ ശീലമൊന്നും എനിക്കിപ്പോ ഇല്ല കൗസല്യാമ്മേ. അതൊക്കെ ഞാൻ എന്നേ നിർത്തി. മിണ്ടി പോവരുത്. നിന്റെ ഭാര്യ ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. കുടിക്കാൻ കാശ് ചോദിച്ചപ്പോ കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവൾക്കിട്ട് 2 എണ്ണം കൊടുത്തിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നേ? കൗസല്യാമ്മേ, ഞാൻ ഇനി നീ കള്ള് കുടിച്ചെന്നോ വീട്ടിൽ ചെന്ന് ഭാര്യയെ തല്ലിയെന്നോ ഞാൻ അറിഞ്ഞ നിന്റെ കയ്യും കാലും ഞാൻ തന്നെ തല്ലിയൊടിക്കും. പൊക്കോടുന്ന്. ഞാൻ പൊക്കോളാം. നിനക്ക് കാശല്ലേ വേണ്ടേ? അതെ ഉർമിളേച്ചി. ഞാൻ പറയുന്ന പോലെ ചെയ്താ ഞാൻ കാശ് തരാം. എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി. ശരി ഉർമിളേച്ചി. നമസ്കാരം വൈദേഹി ചേച്ചി. ആരാ? എൻ്റെ പേര് ശങ്കരൻ എന്നാ. നമ്മുടെ പറമ്പിലാ ജോലി ചെയ്യുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല. വലിയ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അതെയോ? നിക്കേട്ടോ, ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ. വൈദേഹി,
അവന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ ആശുപത്രി കൊണ്ടുപോകാൻ കാശ് ചോദിച്ചത്? അതിനും ഇപ്പൊ അമ്മയോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ വൈദേഹി? നമസ്കാരം ഊർമിളേച്ചി. ഞാൻ ഊർമിളേച്ചിയെ നോക്കിയിട്ട് കണ്ടില്ല, അതാ വൈദേഹിയോട് ചോദിച്ചേ. എല്ലാവരോടും ചോദിച്ചിട്ട് കാര്യമില്ല. ആരോട് എന്ത് ചോദിക്കണമെന്ന് ആദ്യം നീ മനസ്സിലാക്ക്, എന്നാലേ ഫലം കിട്ടൂ. അതുകൊണ്ടൊന്നും അല്ലേ ചേച്ചി, ഇയാളെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. കാശ് കൊടുക്കാൻ പാടുണ്ടോന്ന് പോലും എനിക്കറിയില്ലല്ലോ. അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്. അറിയാൻ വയ്യാത്തവരായിരുന്നെങ്കിൽ ഇത്ര ധൈര്യത്തിൽ അകത്ത് കയറി വന്ന് നമ്മളോട് തന്നെ കാശ് ചോദിക്കോ? എന്നാലും കള്ളു കുടിക്കാനല്ലല്ലോ കാശ് ചോദിച്ചത്, ഭാര്യയെ ഹോസ്പിറ്റലിൽ കാണിക്കാനല്ലേ കൈനീട്ടിയത്. ഒരു നല്ല കാര്യത്തിനാവുമ്പോ അമ്മയൊന്നും പറയാൻ പോകുന്നില്ല, കൊടുത്തേക്ക്. ഇതൊക്കെ ഞാൻ പറയാതെ നിനക്കറിയാലോ. എനിക്കറിയാം അമ്മയോട് ചോദിക്കാതെ ഞാൻ ഇവിടെ ഒന്നും അനക്കില്ല എന്നും പറഞ്ഞ്. നല്ല പേര് സമ്പാദിക്കാൻ വേണ്ടിയെങ്കിലും നീ മനഃപൂർവ്വം ഇത് ചെന്ന് ചോദിക്കും. എന്തെങ്കിലും ആവട്ടെ, നിന്റെ സൗകര്യം പോലെ ചെയ്യും. ശങ്കര, നിനക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമാവുന്നല്ലേ? ഞാൻ കാശ് തരാം, നിക്ക്. അയ്യോ, പേഴ്സിലുണ്ടായിരുന്ന കാശൊക്കെ തീർന്നല്ലോ. ബാങ്കിൽ നിന്ന് എടുത്ത് വെക്കാനും മറന്നുപോയി. എന്നാലും ശങ്കരൻ വിഷമിക്കണ്ട, ഞാൻ തന്നെ കാറെ കൂട്ടിക്കൊണ്ടുപോയി ATM-ൽ നിന്ന് ക്യാഷ് എടുത്ത് തന്നിട്ടേ പറഞ്ഞേക്കും. ബാ. അതൊന്നും വേണ്ട ഊർമിളേച്ചി, എൻ്റെ അടുത്തുണ്ട്, ഞാൻ കൊടുത്തോളാം. ഊർമിളേച്ചി അടിപൊളിയാണല്ലോ. മിണ്ടരുത്, നീങ്ങി വന്നേ. നീ ഇവിടെ തന്നെ നിൽക്ക്. എന്നാ കാശ് എത്രയും പെട്ടെന്ന് ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ. നന്ദിയുണ്ട് ചേച്ചി. ഇപ്പൊ കണ്ണുകൊണ്ട് കണ്ടല്ലോ, ആ കുടിയെ നമ്മ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞു വിട്ടതല്ലേ, എന്നിട്ട് ഇവളിതേ എടുത്തു വെച്ച് നീട്ടുന്നു. വൈദേഹി, നീ എന്താ ഈ കാണിച്ചത് വൈദേഹി? അയാൾക്ക് എന്തിനാ നീ കാശ് കൊടുത്തേ? അമ്മേ, പാവം അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കാശെടുത്തങ്ങ് കൊടുക്ക? ആരാ എന്താന്നൊന്നൊരു ചോദ്യമില്ല. അവനൊരു കുടിയനാ. ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തുനിന്നും കാശ് വാങ്ങുന്നത് അവന്റെ ഒരു ശീല. അയ്യോ, എനിക്കറിയില്ലായിരുന്നമ്മേ. അറിയില്ലേ? ചോദിക്കണ്ടേ? ഞാൻ അപ്പോഴേ ഇവളോട് ചോദിച്ചതാ, അമ്മയോടൊരു വാക്ക് പറഞ്ഞിട്ട് കൊടുത്താ പോരേന്ന്. ഞാൻ പറഞ്ഞാ കേക്കണ്ടേ? ഇതിനൊക്കെ അമ്മയോട് പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ലെന്ന് അവള് തന്നെയാ പറഞ്ഞ. ഞാനോ? പിന്നെ ഞാനാണോ? അവൻ കുടിയനാന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ടും ഭാര്യയ്ക്ക് സുഖമില്ലാത്തതിന്റെ വിഷമത്തി കുറച്ച് കുടിക്കുന്നേ കുടിക്കട്ടെ, തെറ്റില്ലെന്നും ഇവള് തന്നെയാ പറഞ്ഞത്. ഇപ്പൊ പിടികിട്ടി. എന്നെ മനഃപൂർവ്വം അമ്മയുടെ മുന്നിൽ ചീത്തയാക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? നല്ലതോ ചീത്തയാവട്ടെ, ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനുള്ള അവകാശം ഞാൻ നിനക്ക് തന്നിട്ടില്ല, അത് ഓർമ്മയിരിക്കട്ടെ. ഏതൊരു ചെറിയ കാര്യത്തിനും എന്റെ അനുവാദം വേണം. മേലിൽ ഇത്തരം കാര്യം ആവർത്തിക്കരുത്. എന്താ ഷോക്കടിച്ച പോലെ നിൽക്കുന്ന? നല്ലവളാണെന്ന് പേരെടുത്തവളെ ഒരൊറ്റ നിമിഷം കൊണ്ടല്ലേ ഞാൻ ചീത്തയാക്കി മാറ്റിയത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഊർമിളയുടെ പ്ലാനിങ്? വളരെ നന്നായിട്ടുണ്ട്. എന്നിട്ട് എന്ത് കിട്ടി ചേച്ചിക്ക്? ഇപ്പൊ നീ നല്ലവളാണെന്ന് പേരെടുത്തോണ്ട് എന്നെ മോശക്കാരിയാക്കി മാറ്റുന്നതോ? അതുകൊണ്ട് നിനക്കെന്ത് കിട്ടിയിട്ടാ? ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷെ ഞാൻ മനഃപൂർവ്വം തന്നെയാ ചെയ്തത്. നിന്നെ നല്ലവളാണെന്നും പറഞ്ഞ് എന്നെ ഇവര് വട്ട് തട്ടുന്ന
ഓരോ വട്ടവും ഇതുപോലൊരു കൊട്ട് കിട്ടും. സൂക്ഷിച്ച നിനക്ക് കൊള്ളാം. എനിക്കിട്ട് പണി തരാൻ നോക്കുന്നു. കാണിച്ചു തരാം. ഹലോ, പറയേ. ഞാൻ എന്തിനായിരിക്കും ഫോൺ ചെയ്യാന്ന് അറിയാലോ. മറ്റൊന്നും എനിക്ക് ചോദിക്കാനില്ലെന്നും അറിയാം. എന്റെ ശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നത് മോളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി. ഇപ്പോഴും 4 പാടും ആൾക്കാർ അവളെ തപ്പി നടക്കുക. വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കാം. 2-3 പേരെ കണ്ടുമുട്ടി. നമ്മുടെ മോളാണെന്നാ കരുതിയേ. പക്ഷെ DNA ടെസ്റ്റില് അല്ലെന്ന് തെളിഞ്ഞു. 20 വർഷങ്ങളായില്ലേ ഏട്ടാ. ഓരോ ദിവസം ചെല്ലുന്തോറും വിശ്വാസം നഷ്ടപ്പെടുക. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വളർന്ന ശേഷമാണ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കായിരുന്നു. ചോരക്കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാനാ? ആരുടെ കൈ കിട്ടിയെന്നോ ആര് വളർത്തിയെന്നോ ഒന്നും അറിയില്ല. പത്രത്തിലും ടിവിയിലും ഒക്കെ പരസ്യം കൊടുക്കാന്ന് വെച്ചാ അതിനും നീ സമ്മതിക്കില്ല. അതൊന്നും വേണ്ട. അങ്ങനെ ചെയ്താൽ മോൾക്ക് ചീത്തപ്പേരാവും. നമുക്ക് കണ്ടുപിടിക്കാം. രഹസ്യമായിട്ട് തന്നെ കണ്ടുപിടിക്കണം. മനസ്സിലായി. ഇതിത്ര പാടുള്ള പണിയാ. എന്നാലും ഞാൻ വാക്ക് തരുന്നു, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. എന്നിട്ട് എന്റെ സമ്മാനമായിട്ട് ഞാൻ നിനക്ക് അവളെ ആ തരും. ദിവസവും കാത്ത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കും. അവളിപ്പോ എവിടെയാവും? എങ്ങനെ കണ്ടുപിടിക്കും? കണ്ണീരടാ തനിക്ക്. എന്താടാ ബ്രോ, ആരെ ഇപ്പൊ അങ്ങോട്ട് കണ്ണി പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇവനായിരുന്നു. ഈശ്വര. ചേട്ടാ നമസ്കാരം ചേട്ടാ. നമസ്കാരം നമസ്കാരം. സുഖല്ലേട്ടാ? എനിക്ക് സുഖ. എന്തായി നിന്റെ കഥ? ചേട്ടാ അത് ചീട്ട് കളിക്കാനാണെന്ന് പറഞ്ഞ് 5 ലക്ഷം മേടിച്ചിട്ട് എന്തായി? കാശ് തിരിച്ചു ചോദിച്ചപ്പോ ഫോൺ എടുക്കാതിരുന്ന രക്ഷപ്പെടാന്ന് കരുതിയോ?